ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറച്ച് കേറി ഇരിപ്പുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് തേങ്ങ അരച്ച് സെറ്റ് ചെയ്യാം. അതിന് കുറച്ച് എന്തായാലും തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങയുടെ പരിപാടിയിലാണ്. തേങ്ങ ചിരണ്ടെന്ന് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. എന്നാലും കഷ്ടപ്പെട്ട് ഞാൻ ചിരണ്ടി കഴിക്കണമല്ലോ. പിന്നെ ആ കൂടെ നമുക്ക് വേണ്ടത്, തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ഇട്ടതുമില്ല, പറയാനും വിട്ടുപോയി. പക്ഷേ അരയ്ക്കുന്ന സമയത്ത് ഞാനത് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കൂടെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസാണ്. ആദ്യം ഞാൻ മിക്സിയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരഞ്ഞോട്ടെ. ഒരുമിച്ചിട്ട് അരയ്ക്കാം, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഈ 3 ഐറ്റംസ് കൂടി നന്നായിട്ടൊന്ന് അരച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി തേങ്ങയും പൊടികളും ഞാൻ ചേർക്കുന്നത്. പൊടികളും തേങ്ങയൊക്കെ ഇട്ട് ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ മല്ലിപ്പൊടിയുടെ കാര്യം വിട്ടുപോയത് ഓർത്തത്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. വെള്ളം നോക്കി ഒഴിച്ചാൽ മതിയാവും. നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കറിച്ചട്ടി വെക്കാം. മീൻകറി ആകുമ്പോൾ കറിച്ചട്ടിയിലൊക്കെ വെക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, കറിച്ചട്ടി കഴുകി സെറ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ആദ്യം ഇടുന്നത് ഉലുവയാണ്. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് മാത്രം കടുക് ഇടുക. ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകിടാം. കടുകും പൊട്ടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ വലിപ്പം കണ്ട് ഞാൻ തന്നെ ഞെട്ടി നടുക്കുന്ന കീറിയിട്ടുണ്ട്. പക്ഷെ നല്ല വലിപ്പമുള്ള ഉണ്ടമുളകാണ്. നന്നായിട്ടത് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത പുറകെ തന്നെ ഞാൻ ജാറ് കഴുകി ഒഴിക്കാറില്ല. അരപ്പ് തെളിഞ്ഞു കഴിഞ്ഞ് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് പയ്യെ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കാറ്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം അരപ്പ് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂത്തോട്ടെ. അത് കഴിഞ്ഞ് ജാറ് കഴുകി എടുക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻകറി എണ്ണ തെളിഞ്ഞ് കിടക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയൂടി ഇട്ട് അടച്ചു വെച്ച്
നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കൊടുക്കുക. മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വറ്റി വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ ശകലം ഉപ്പ് നോക്കുകയാണ്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ശകലം കൂടി ഉപ്പിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക്, ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് പോയൊരു പ്ലേറ്റ് എടുത്തു, കുറച്ച് ചോറെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ചൂട് മീൻകറി ഒഴിച്ചു കൊടുക്കാം. മീൻകറി നോർമലി പിറ്റേ ദിവസം കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് പിറ്റേ ദിവസം നല്ല സെറ്റായിട്ടിരിക്കും. പക്ഷേ എനിക്കതിനുള്ളൊരു ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നോർമലി തേങ്ങ അരച്ച മീൻകറി വെക്കുന്ന ദിവസങ്ങളിൽ അന്ന് തന്നെ തീരാറാണ് പതിവ്. ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ടാക്കാം.